കണ്ടോ, ഒരു മുജാഹിദ് സന്തോഷിക്കോ സുഹൃത്തുക്കളെ? ഒരു മുജാഹിദ് വേദിയിൽ വന്ന് കൊട്ടിഘോഷിക്കോ? പുളിക്കലിനെ പോലെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എയ്റ്റില്ലവും പോറ്റില്ലവുമായി അറിയപ്പെടുന്ന ഈ നാട്ടിൽ വന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്ത് ആള് പോയതില് കാരണം മടവൂരികൾ ആദ്യം തന്നെ പോസ്റ്റർ കെട്ടി റെഡിയാക്കി ആഘോഷിച്ചു. നവമടവൂരികൾ എന്ത് ചെയ്തു? കൂടിക്കൊടുത്തു. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള കള്ളക്കളി പുറത്തു കൊണ്ടുവരല്ലേ? സ്നേഹബുദ്ധിയ ഇസ്ലാഹി പ്രസ്ഥാനത്തോട് സ്നേഹമുണ്ടെങ്കിൽ ഒരാൾ ചെയ്യേണ്ടത് ഇവർക്കെന്ത് സ്നേഹ പ്രസ്ഥാനത്തോട് കൗൺസിൽ സി.ഡി പുറത്തു വിട്ടിട്ട് മടവൂരികൾക്കാണ് കൊണ്ടേ കൊടുത്തില്ലേ? സ്വന്തം ജ്യേഷ്ഠനാ പരാതി കൊടുത്തത്. അബ്ദുറഹ്മാൻ സലഫിയാണ് സംയുക്ത കൗൺസിലിന്റെ സി.ഡി വീരാൻകുട്ടി സുല്ലമി എന്ന മടവൂരിക്ക് എത്തിച്ചത്. അന്വേഷണം നടത്തുന്ന കോക്കസ് അന്വേഷിച്ചോ? അന്വേഷിക്കില്ല. കോക്കസിന്റെ ആനുകൂല്യത്തിൽ കയറി പറ്റിയ സംസ്ഥാന കമ്മിറ്റി അവിടെ ഉള്ളത്. ഗ്രൂപ്പ് മീറ്റിങ്ങിനെ പറ്റി കരിവള്ളി മുഹമ്മദ് മോലി പരാതി കൊടുത്തു. ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, സി.ഡി ടവറിൽ വെച്ച് നാണിഹാജിയും കാദറാജിയും നൂർഷയും അബ്ദുറഹ്മാൻ സലഫിയും ഒക്കെ ചേർന്ന് നടത്തിയ പക്ക ഗ്രൂപ്പ് മീറ്റിംഗ്. അതിൽ ഈ കോക്കസ് നേതാക്കന്മാരായ അനീഫി അനസും പങ്കെടുത്തിരുന്നു. KV ഉണ്ടതില്, നിയമത്തുന്നുണ്ടതില്. അവിടെ മുതൽക്കാണ് തെരഞ്ഞെടുപ്പിൽ ജിന്ന് വിഭാഗം എന്നൊരു വിഭാഗത്തെ സങ്കല്പിച്ചിട്ട് ചേരി തിരിച്ച് ഇത്തവണ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കണം എന്ന ഗൂഢാലോചന ഉണ്ടായത്. പക്ഷെ അതിന് ഉപയോഗിച്ചത് പരിപാവനമായ ജമിയത്തുൽ ഉലമ എന്ന സംഘടനയുടെ ബാനറാണ്. ഇന്ന് ആളുകൾ ജമിയത്തുൽ ഉലമയെ വെറുക്കാൻ തുടങ്ങി. ജമിയത്തുൽ ഉലമ ഇതാരാ പറയിപ്പിച്ചത്? ജമിയത്തുൽ ഉലമയെ ഇങ്ങനെ താറടിക്കാനും ചവിട്ടിത്തേക്കാനുമുള്ള അവസരം ഉണ്ടായി കൊടുത്തത് ആരാ? കണ്ടോ, മടവൂരി പ്രസിഡന്റ് ആയപ്പോ ജമിയത്തിന്റെ നേതാക്കൾ സ്റ്റേജിലിരുന്ന് പറഞ്ഞപ്പോ ആളുകൾ ഉൾക്കൊണ്ടു. കാരണം അന്ന് ജമിയത്തിന്റെ കൂടെ സത്യമുണ്ടായിരുന്നു, ആദർശമുണ്ടായിരുന്നു. ഇന്നതല്ല. ഇന്ന് ജമിയത്തിനെ KNM ഇലക്ഷൻ പിടിക്കാനുള്ള രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിച്ചു. അതുകൊണ്ട് ജനങ്ങളെ വെറുത്തു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ എന്താണ് ചെയ്തത്? എന്താണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത്? ഞങ്ങൾ ഇത് വിടൂല. ഞങ്ങൾ ഇതിന്റെ വസ്തുത എല്ലായിടത്തും പറയും. രാകേഷ് എന്നൊരു ചെക്കൻ ആദ്യം RSSകാരനായിരുന്നു. പിന്നെ പോയത് കാന്തപുരം സുന്നിയിലേക്ക്, ഇസ്ലാമിലേക്ക് വന്നിട്ട് പോയത് എണീപ്പിച്ചിട്ട ബിംബത്തെ പൂജിക്കുന്നതിന് മാറ്റിയിട്ട് കിടത്തിയിട്ട ബിംബമാകുന്ന ജാറത്തെ പൂജിക്കുന്നിടത്തേക്കാ ചെക്കൻ പോയത്. പിന്നെ കുറച്ചുകാലം സംഘടന പാടില്ല എന്നിട്ട് സുബൈർ മംഗളനൊപ്പം പോയി. പിന്നെ കുറച്ചുകാലം താടിയും പഠിച്ച് ഒന്നുമില്ലാതെ നടന്നു. പിന്നെ വീണ്ടും നന്നായി നടന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നു. പിന്നെ കുറെ മുങ്ങി നടന്നു. പിന്നെ ഇപ്പോൾ പൊന്തിയത് ഇങ്ങനെയാ. അവൻ നിച്ചിൽ നടത്തിയൊരു പ്രസംഗം കേട്ടോളൂ നിങ്ങള്. നിച്ചിന്റെ കോഴിക്കോട് മീറ്റിംഗില് RSS കാന്തപുരം സുന്നിക്ക് പോയിട്ട് പിന്നെ നമ്മളിലേക്ക് വരുന്ന പ്രസംഗം. ഈ കേരളത്തിലെ വലിയ മതപണ്ഡിത പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന സുന്നി പ്രസ്ഥാനം, അതിന്റെ നേതാവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവിടെ വന്ന് കാണുകയും അവിടെ നിന്ന് ഇസ്ലാമിനെ കൂടുതൽ പഠിക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയും അങ്ങനെ ആ സമയം സ്വീകരിച്ച് ആ പ്രസ്ഥാനത്തിലേക്ക് പോവുകയും ചെയ്തു. കാരണം ഇസ്ലാം എന്തെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത്തരം ആളുകളാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാരെന്ന് കാണുകയും അവരുടെ വേഷ സംവിധാനവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിന്റെ ആദർശം ഉൾക്കൊള്ളുകയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അതിലേക്ക് കടന്നു പോവുകയും അവിടെ പോയപ്പോൾ എന്റെ സമുദായത്തിൽ ഉണ്ടായിരുന്നേക്കാൾ അതിനപ്പുറമായ അവസ്ഥ. എന്താണ് അവിടെ കാണുന്നതിന് ഒരു കയ്യും കണക്കുമില്ല. ആളുകൾ ഇവിടെ നിർത്തിയിരിക്കുന്ന ബിംബത്തിന് മുമ്പിൽ അവരുടെ കാര്യങ്ങൾ അർപ്പിക്കുകയെന്ന് ഒരു ബോധമുണ്ടെങ്കിൽ ഈ ആളുകൾ പറയുന്ന ഇതിലൂടെ മറ്റൊന്ന് കണ്ടെത്തുമെന്ന് പറയുന്ന ആളുകൾ പോലും ചെയ്യാത്ത രീതിയിലുള്ള അപ്പുറമുള്ള കാര്യങ്ങൾ. അങ്ങനെ കേരളത്തിലൊട്ടാകെ ഒരു സിയാർത്ത് ടൂർ സംഘടിപ്പിക്കുകയും കാന്തപുരത്തിനോട് പല സിയാർത്ത് ടൂറുകൾ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് മക്ബറകളെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാന്തപുരത്തിന് ആ ഷേഖിന പല കബറുകളിലെയും തുണികൾ മുത്തുന്ന ഒരു അവസ്ഥ. അപ്പോ ഇത്തരം ഒരു മത ആചാര്യൻ ഏകദൈവ വിശ്വാസത്തിനെ കൂടുതൽ പ്രോത്സാഹനം ചെയ്യുന്ന ഇസ്ലാമിലുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതും അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ ഇപ്പൊ അതൊക്കെ മാറിപ്പോ. ഇപ്പൊ ഏകദൈവ സിദ്ധാന്തി ആയിപ്പോ. ഇപ്പൊ കാന്തപുരത്തെ വിളിച്ച് നിക്കായി കൊടുത്തപ്പോ ഇപ്പൊ മക്ബറിനെ കെട്ടിപ്പിടിക്കലും ഇല്ല, തുണി മുത്തലും ഇല്ല. ഇജാതി ചെക്കന്മാരെ കളിയാ. ഇവന് 4 പേരാ. ചിലയിടത്ത് നയാബ്, ചിലയിടത്ത് വാരിദ്, ചിലയിടത്ത് അജ്മല്, ചിലയിടത്ത് റയ്യാന്. കണ്ടോ, 2011 ഒക്ടോബറില് ഇവൻ ഫേസ്ബുക്കിൽ സംവാദം നടത്തിയിരുന്നു. NVR ട്രിവാൻഡ്രം എന്ന പേരിൽ. കണ്ടോ, ആ ഫേസ്ബുക്കിലെ പേജ് തന്നെ കാണാം, NVR ട്രിവാൻഡ്രം. എന്നിട്ട് എന്താ, നമുക്കെതിരിൽ, നമ്മുടെ ആദർശത്തിനെതിരിൽ ഹുബൂരികളെ അനുകൂലിച്ചുകൊണ്ട് ഇയാൾ സംവാദം നടത്തി. 2011 ഒക്ടോബറിൽ. ഇതിപ്പോ 2012 ഒക്ടോബറാ. 1 കൊല്ലം മുമ്പ് പച്ച ഖുറാഫിയായി പോയനവൻ. അതാണ് അനസ് മൗലവി ഇവിടെ കൊട്ടിഘോഷിച്ചത്. സക്കരിയ സലാഹിന്റെ മിഞ്ഞാന്നത്തെ പ്രസംഗം കേട്ടിട്ട് ഇതാ ഇന്നലെ ഒരാൾ പോയിരിക്കുന്നു. നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച മാതിരി അല്ലേ? നോക്കിക്കള്. എന്നിട്ട് അവനെ
NV ട്രിവാൻഡ്രം ലൈക്സ് എന്നിട്ട് ഫേസ്ബുക്കില് അവന് ഇഷ്ടപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് ഒന്ന് കാണിച്ചെടുത്ത മോനെ. ഒന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം, രണ്ടാമത്തത് ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് അൽ ബാഖവി അൽ മലൈബാരി. ആരാ? ശ്രീമാൻ കാന്തപുരം. കണ്ടോ? അതാണ് അവന്റെ ഇഷ്ടപ്പെട്ട ആള്. 2011 ഫേസ്ബുക്കിൽ അവന്റെ ലൈക്സ് എന്നതിന്റെ അടി കൊടുത്തിരിക്കുന്നത് ഒന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം, അങ്ങനെ ഒരു ചാരപ്പണി. രണ്ടാമത്തത് ഇങ്ങനെയൊരു ചാരപ്പണി, ബാഖവി അൽ മലൈബാരി. ആ ബാഖവി ബിരുദം തന്നെ വ്യാജാണെന്നാ അപ്പോ ഈക്കാര് പറയണത്. ഇരിക്കട്ടെ. ഇനി മാസങ്ങൾക്ക് മുമ്പ് ശ്രീമാൻ കാന്തപുരം ഇയാളുടെ നിക്കാഹ് നടത്തി കൊടുത്തത് കണ്ടോളൂ. അനസ് മുസ്ലിയാർ എന്തൊക്കെ നോക്കണ്ടേ? പച്ച കളവ് ഇവിടെ വന്നിട്ട് പറയാ സക്കരിയ സലാഹിന്റെ പ്രസംഗം കേട്ട് ഇന്നലെ പോയി. എന്നെ വിമർശിക്കാൻ ഒന്നും കിട്ടുന്നില്ല, പുൽക്കൊടി പോലും കിട്ടുന്നില്ല, വൈക്കോത്തുരുമ്പ് കിട്ടുന്നില്ല. അപ്പൊ മുങ്ങിച്ചാകാൻ പോകുന്ന കോക്കസ് കടിച്ചു തൂങ്ങിയ പുൽക്കൊടിയാണിത്. ഇത് നിങ്ങളെ തനിനിറം പുളിക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നല്ല അവസരമായി. ഇത് ഇതന്നെ ഇയാളുടെ തനിനിറം മനസ്സിലാക്കിക്കൊള്ളി. ഈ തരത്തിലുള്ള കള്ളത്തരവും ഈ തരത്തിലുള്ള അനീതിയുമാണ് ഇവരുടെ പ്രവർത്തന ശൈലി. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. മുജാഹിദിന് കാന്തപുരം നിക്കാഹ് ചെയ്ത് കൊടുക്കോ? മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരാൾക്ക് കാന്തപുരം മുസ്ലിയാർ നിക്കാഹ് ചെയ്ത് കൊടുക്കോ? മുസ്ലിയാരെ, ഇതൊക്കെ അന്വേഷിച്ചിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആളല്ല ഇയാള്. ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന ഇതാണ്. ഇത് പ്രസ്ഥാനത്തെ താറടിക്കാൻ. അതും കൂടി സക്കരിയ സലാഹിന്റെ മേത്തേക്ക് ചാരിയിട്ട് രക്ഷപ്പെടാനാ വിചാരിച്ചത്. പ്രസ്ഥാനത്തോട് തരിമ്പും സ്നേഹമല്ല ഈ വാടക പ്രാസംഗിയാണ്. അതതിന്റെ മനസ്സിലായിക്കോടി നിങ്ങള്. ഈ പ്രസ്ഥാനം അവഹേളിക്ക. ഇത് ആർക്കാ ഇയാളുടെ ഈ പ്രസ്താവന ആർക്കാ ശക്തി കിട്ടുക? ഖുറാഫികൾക്ക് അല്ലെ? തൗഹീദുള്ള മുജാഹിദുകളെ അടിച്ചമർത്തി ഖുറാഫികൾക്ക് ആവേശം പകരുക. അതാണ് ഇത്രകാലം മടവൂരികൾ ചെയ്തത്. അതന്നെ ഇപ്പൊ ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, കൂടെ പോയ ആളുകള്, പത്രസമ്മേളനത്തിൽ കൂടെ പോയ ആളുകള് ഒരാളെ ഇന്റർവ്യൂ നടത്തി, ഒന്ന് രണ്ടാൾ ഇന്റർവ്യൂ നടത്തിയ ചെറിയ ഭാഗങ്ങൾ കേട്ടോളൂ. അത് യഥാർത്ഥത്തില് നിങ്ങള് ബോധപൂർവം, അതായത് മൂപ്പര് എല്ലാ കാര്യങ്ങളും പറഞ്ഞാണോ നിങ്ങളെ കൊണ്ടുപോയത്? ഇല്ല, അവൻ MSMൽ നിന്ന് രാജിവെച്ച് പോവുകയാണെന്നാണ് പറഞ്ഞു കൊണ്ടുപോയത്. അതിനാണ് കൊണ്ടുപോയത്. അവിടെ ഇരുന്നിട്ടാണ് അവൻ കാന്തപുരത്തിൽ ചേരുന്ന കാര്യം വെളിപ്പെടുത്തിയത്. അജ്മലിന്റെ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് പനച്ചമൂട്ടിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇക്കാരുടെ അഭിപ്രായം എന്താണ്? അവന് അവിടെ പ്രവർത്തനമില്ല. പനച്ചമൂട്ടില് ഒരു പ്രവർത്തനവും ഇല്ല. സുന്നി പ്രവർത്തനം എന്തെങ്കിലും ഉണ്ടോ? അത് തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ നോമ്പിന് എന്തോ അവിടെ നോമ്പിനെ വ്രതം നടത്തി എവനാണെന്ന് ഉറപ്പാണ്. ഈ വിഷയത്തില് ഞാൻ വഞ്ചിക്കപ്പെട്ടവനാണ്. നിങ്ങളെ ഒരിക്കലും കേരള നദ്വത്തുൽ മുജാഹിദിന്റെ ആദർശത്തിൽ മാറുന്ന പ്രശ്നമില്ല. കാന്തപുരമായിട്ടോ കാന്തപുരത്തിന്റെ സംഘടനയുമായിട്ടോ ഒരു ബന്ധവും ഇല്ല എനിക്ക്. അത് 100 പേര് പോയി എന്നൊക്കെ പറയുന്നത്. അതിനവിടെ മൊത്തം 7 പേരാണ് യൂണിറ്റിലുള്ളത്. പിന്നെ എങ്ങനെ 100 പേര് പോകും? ആകെ 7 പേരേ ഉള്ളൂ. പിന്നെ എങ്ങനെ 100 പേര് പോവാന്നാണ് ആ സാധു ചോദിക്കണത്. ആ സാധുവിനെ ഏതൊക്കെ കടലാസിൽ ഒപ്പിടിച്ച് MSF ആണോ MSF രണ്ടുമാണ്. MSFന്റെ കാര്യമായ സീറ്റോ കിട്ടിന് പോന്. അപ്പൊ MSF ആണോ MSM ആണെന്ന് ഈ കാക്കാക്ക് നേരെ അറിഞ്ഞൂടാ. അയാൾ പറഞ്ഞു ഞാൻ MSFന്ന് രാജിവെക്കാൻ പോവാണ്. അപ്പൊ പോയതാ പത്രസമ്മേളനത്തിന്. ഇനി ഇദ്ദേഹത്തിന്റെ മോൻ പറയാണ് ബാപ്പാനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയതാണ്. മോന്റെ പേരുണ്ട് പത്രസമ്മേളനത്തിന്, മോൻ സ്ഥലത്ത് തന്നെ അല്ല. കേട്ടോളി. MSFന്റെ സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടാൻ വേണ്ടി കൊണ്ടുപോയിട്ട് വാപ്പ അതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലായിരുന്നു. അവിടെ കൊണ്ടുപോയതിന് ശേഷമാണ് വാപ്പ പറഞ്ഞ ഇത് KNM എന്നും ഒഴിഞ്ഞു മാറി കാന്തപുരത്തിന്റെ സുന്നി ടീമിലോട്ട് പോകുന്നു എന്നുള്ളത്. അപ്പം എൻ്റെ പേര്, ഞാൻ ഈ വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് ഞാൻ സ്ഥലത്ത് പോലും ഇല്ല, എൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ട് അവനെ ഒന്ന് കോൾ ചെയ്ത് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ കാന്തപുരത്തിന്റെ TV പോയി നിന്റെ അടുത്ത് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. ഫോൺ വിളിച്ച് ഞാൻ അവൻ്റെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് അത് നിന്റെ വാപ്പാരെ ചോദിച്ചാൽ വാപ്പായ പേരെ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. പക്ഷെ ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്ന അവരുടെ ആദർശം അത് ഞങ്ങളുടെ മനസ്സിൽ അല്ലാതെ ഇറങ്ങിയ എന്നാണ്. തൗഹീദിന്റെ മൊത്തമായിട്ടുള്ള ഒരു ഇത് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ KNM, അതായത് കേരള നദ്വത്തുൽ മുജാഹിദീനാണ്. ഇപ്പോൾ ഏത് സംഘടനയായാലും എന്ത് ഡിമാൻഡ് കൊണ്ടുവന്നിട്ട് ഞങ്ങളടുത്ത് വരാൻ പറഞ്ഞാലും ഇതിൽ നിന്ന് മരിക്കുന്നത് വരെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പോവില്ല. കാരണം ഞങ്ങൾക്ക് കേരള നദ്വത്തുൽ മുജാഹിദീൻ പഠിപ്പിച്ച ആദർശവും അതിന്റെ ശൈലിയൊക്കെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, അത് മറക്കുകയില്ല. അപ്പൊ ഇതാണ് അവസ്ഥ. 6 or 7 ആള് കൂട്ടിയിട്ട് ഒരു പത്രസമ്മേളനം നടത്തി.
ഓലിതിലാണെന്ന് തന്നെ ഉറപ്പായിട്ടില്ല. ഇക്കഴിഞ്ഞ കേന്ദ്രം തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പം വന്നിട്ട് പറഞ്ഞു നമുക്ക് അവിടെ പനച്ചുമൂട് ഒരു യൂണിറ്റ് ഇടാം. ഞാൻ അവിടെ ആളൊക്കെ നാളേക്കാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സാധുക്കളെ വിശ്വസിച്ചിട്ട് അവിടെ ഒരു യൂണിറ്റ് ഇട്ടു. ഇപ്പം കൊണ്ടുവന്ന ആളാണ്. ഇപ്പൊ എന്റെ കൂടെ കുറച്ചാളങ്ങ് പോവുകയും ചെയ്തു. ഒരാറോ ഏഴോ ഉറപ്പില്ലാത്ത പയ്യന്മാര് ഇസ്ലാഹി പ്രസ്ഥാനത്ത് പോയി തന്നാൽ ഇത്ര കൊട്ടിഘോഷിക്കാണ്ടോ മുസ്ലിയാരെ? അത് നിങ്ങൾ ഈ AP സുന്നികളെ മാതിരി കൊട്ടിഘോഷിക്കാതെ 100 കണക്കിന് ആളുകൾ ഖുറാഫിസം വിട്ട് ഇതിലേക്ക് വരുന്നില്ലേ? അവരൊന്നും പത്രസമ്മേളനം നടത്തുന്നില്ല എന്നല്ലേ? എത്ര മുസ്ലിയാക്കന്മാർ ഇതിലേക്ക് വരുന്നുണ്ട്. അവരൊക്കെ പത്രസമ്മേളനത്താണെങ്കിൽ നമുക്കൊരു കൊല്ലത്തിൽ എത്ര പത്രസമ്മേളനം ഉണ്ടാവും? അപ്പൊ വ്യാജമുടി, വ്യാജ ആദർശം, അതുപോലെ വ്യാജ പത്രസമ്മേളനം, അത് ഈ വ്യാജ മുജാഹിദുകൾ ഏറ്റെടുക്കുകയും ചെയ്തു. അതാ ഉള്ളത്. ഈ വ്യാജ മുജാഹിദുകൾ ഇത് ഏറ്റെടുത്തു. യഥാർത്ഥ മുജാഹിദുകൾ ഒരിക്കലും തന്നെ അത് പറയുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ വേറെ ഒന്നുണ്ട്. സക്കരിയ സലാഹിയുടെ പിഴച്ച വാദം, അത് കാരണമാണ് ഞങ്ങൾ KNM പുറത്തു പോയത്. ഞാൻ KNM പുറത്തു പോയില്ല കൂട്ടരെ. എന്നെ പുറത്താക്കി ഞങ്ങൾ KNM പുറത്ത് നിൽക്കല്ലേ വേണ്ടത്. ഇയാളെ പിഴച്ച വാദം കൊണ്ട് അയാളെ പുറത്താക്കി. KNM ചെയ്ത് ശരിയാണ്, അവിടെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. KNM ശക്തിപ്പെടുത്തല്ലേ നിങ്ങൾ വേണ്ടത്? അതെങ്കിലും ചിന്തിച്ചൂടെ മുസ്ലിയാരെ നിങ്ങൾക്ക്? ഈ ഒരു പോഴത്തെങ്കിലും ചിന്തിച്ചൂടെ? ഇന്നലെ ഹുസൈൻ സലഫി കാസർഗോഡ് വെച്ച് ഈ പുതിയ പത്രസമ്മേളനക്കാർക്ക് കൊടുത്തൊരു മറുപടി, അത് കൂടി കേട്ടിട്ട് ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ നിങ്ങൾ ചില ചാരന്മാരൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് ഇതിനെ തകർക്കാൻ നോക്കും. താൽക്കാലിക ലാഭമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കുറെ ആള് പോയി, ഒരു ഗ്രാമം മുഴുവൻ പോയല്ലോ മുജാഹിദിന്. അപ്പോഴാ നമ്മൾ അറിയണത് ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ട്. ആദ്യം പറയുന്നത് മുജാഹിദിൽ ആരുമില്ല. ഒരു 1.5 മുജാഹിദ് ഇവിടെ, 2.5 മുജാഹിദ് കാസർഗോഡ്, ഒരു 1.25 മുജാഹിദ് പാലക്കാട്. ഇപ്പൊ നോക്കുമ്പോ തിരുവനന്തപുരത്ത് ഒരു ഗ്രാമം മുഴുവൻ മുജാഹിദാണല്ലോ. ഇവരെ കൂട്ടത്തിലേക്കാണ് പോയപ്പോ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ആൾക്കാർ ഇവരോട് ചോദിച്ചു, അല്ല മൂലയന്മാരെ, ഒരു ഗ്രാമത്തിൽ മുഴുവൻ ഇത്രയും മുജാഹിദുകൾ ഉണ്ടായിരുന്നോ തിരുവനന്തപുരത്ത്? നമ്മളെ ഭീമാപ്പള്ളി അവിടെ ഉണ്ടായിട്ട് ഇത്രയും മുജാഹിദ് ഒരു ഗ്രാമത്തിലോ? ഒരു മൂലയര് പറഞ്ഞു, ഒരു ഗ്രാമത്തിലൊന്നും അത്രയൊന്നുമില്ല, 100 ആളാണ്. 100 ആളാണ്. അപ്പൊ 100 ആളൊക്കെ ഉണ്ടോ? ഇല്ല, 100 അല്ല, ഇന്ന് 80 ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ 80 ഉണ്ടായിരുന്നു, അവരെ പേരൊക്കെ ഒന്ന് പുറത്തുവിടുക. അല്ലാതെ ഒരു 0 കൂടി, അത് 8 ആയിരുന്നു. 8 കഴിഞ്ഞിട്ട് അതിൽ പങ്കെടുത്ത 8 ആളുണ്ട്. ആ 8 ആളായിട്ട് പത്രസമ്മേളനം നടത്തിയപ്പോ അയാൾ പറയണം, ഞാനൊന്നും അറിയില്ല, എന്നെ അവിടെ കൊടുന്നിരുത്തിയപ്പോ ഞാൻ അവിടെ ഇരുന്നു എന്നല്ലാതെ എനിക്ക് ഈ വക പരിപാടിയൊന്നും അറിയില്ലായിരുന്നു എന്ന് അയാള്. വേറൊരുത്തന് ഇതിന് നേതൃത്വം കൊടുത്ത ഒരുത്തനോ, ഓനാകെ ആൾമാറാട്ട വീരനാ. ഒരു സ്ഥലത്ത് എന്നാ ഓന് കുഞ്ഞമ്പത് എന്നാ പേര്, വേറൊരു സ്ഥലത്ത് എന്നാ ഓന് നവാബ് എന്നാ പേര്, വേറൊരു സ്ഥലത്ത് എന്നാ ഓന് വേറൊരു പേരാണ്. ഇങ്ങനെ ഒരുപാട് പേരിൽ നടക്കുന്ന, ഒരുപാട് രൂപത്തിലുള്ള പ്രത്യേകതയുള്ള വേറൊരാൾ. അവസാനം നോക്കുമ്പോ ഉള്ളി തോല് ഒളിച്ച മാതിരി പീഞ്ഞി നോക്കുമ്പോ അവസാനം ഒത്തൂല്ല. എന്റെ പേരിലുണ്ട്. ഈ കോലത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാൻ നിങ്ങൾ വിചാരിച്ചു? മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കിയ ഒരു കുട്ടികളെടുത്ത് കിട്ടൂല, ഒരൊറ്റ കുട്ടി കിട്ടൂല. ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞതിന്റെ പേരിലാത്ര വരെ അങ്ങോട്ട് പോയത്. എടോ, അതിലത്തെ കഥയായി പറഞ്ഞത്. ശനിയാഴ്ച വിളിക്കേണ്ട ജിന്ന്, ഞായറാഴ്ച വിളിക്കേണ്ട ജിന്ന് എവിടേക്കായി പോണത്? അങ്ങനെ പോയി. പണ്ടേ ഇങ്ങോട്ട് വിട്ട ഒരു ചങ്ങാതി കാന്തപുരത്തിന്റെ കൂടെ നടന്ന് സർവ്വ ദർഗയിലും കയറി ഇറങ്ങിയിട്ട് ചാരനായി കയറി കൂടിയിട്ട് അതിലേക്ക് തന്നെ തിരിച്ചുപോയി പോലും. ഇപ്പൊ അടുത്താണല്ലോ മാറിയത്. അപ്പൊ തന്നെ അള്ള ഓരോ തെളിവുകൾ ഇങ്ങനെ ഇടൂലേ. ഇവൻ 2-3 മാസം മുമ്പ് ഇവന്റെ നിക്കാഹ് കാന്തപുരം നടത്തിക്കൊടുക്കുന്ന ചിത്രമൊക്കെ ഫേസ്ബുക്കിൽ. ഇന്നലെ മാറിയ ആള് 3 മാസം മുമ്പ് കാന്തപുരം നിക്കാഹ് കൊടുത്തു. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നിങ്ങൾ മറുപടി അറിയണം. മുജാഹിദിനെ നിക്കാഹ് കൊടുത്തിട്ട് കാശ് വാങ്ങാല്ലേ? കാരണം 3 മാസം മുമ്പ് മുജാഹിദല്ലേ? മുജാഹിദിനല്ലേ നിങ്ങൾ ഉസ്താദ് പോയിട്ട് കാനോത്ത് വെച്ചു കൊടുക്കുന്നേ? ഇപ്പൊ നിങ്ങൾ അതിന്റെ ഫീസ് വാങ്ങി മുജാഹിദിന്റെ ചോറ് തിന്നുവല്ലേ? അല്ല, ഓൻ പണ്ടേ മുജാഹിദല്ല. അപ്പൊ നിങ്ങളെ കള്ളി പൊളിഞ്ഞല്ലേ? അപ്പൊ ഇന്നലെ വന്നതല്ല അല്ലേ? ഇതൊക്കെ പ്രശ്നങ്ങളാ. ഓണ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേമാതിരി വേറൊരുത്തൻ കയറി കൂടി, എന്തോ KKPയോ ഏതോ ഒരുത്തൻ അബ്ദുള്ള, പല ചാരന്മാരും കടന്നു വന്നിട്ടുണ്ട്. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇല്ലാത്ത ഒരുപാട് മഞ്ഞ പുസ്തകമോ നീല പുസ്തകമോ എന്തോ എഴുതി പിടിപ്പിച്ച് പലരെ കൊണ്ട് വിതരണം ചെയ്യിപ്പിച്ച് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് തോന്നിവാസം പ്രചരിപ്പിച്ചു. അവനും ചേരേണ്ടിടത്തേക്ക് ചേർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ചാരന്മാരെ കൊണ്ടും മുജാഹിദ് പ്രസ്ഥാനം ഒലിച്ചു പോകുന്ന ആരും വിചാരിക്കട്ടെ. അപ്പോ ഹുസൈൻ സലഫി പറഞ്ഞത് കേട്ടില്ലേ? പ്രസ്ഥാനത്തോടും ആദർശത്തോടും സ്നേഹമുള്ളവൻ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ അങ്ങനെയാ കൈകാര്യം ചെയ്യാ. അല്ലാതെ ഖുറാഫികളെ വാലും പിടിച്ചിട്ട് ഖുറാഫികൾക്ക് ഒറ്റ കൊടുക്കല്ലേ ചെയ്യാ. ഈ കോക്കസ് അതാ ചെയ്ത് സക്കരിയ സലാഹിന്റെ വാദം കേട്ടിട്ട് പോയത് കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് ഖുറാഫി പറയുന്ന ശൈലിയിൽ അതിന്റെ പിന്നിലെ ഗൂഢാലോചന എന്താണ്, അതിന്റെ പിന്നിലുള്ള കള്ളക്കളി എന്താണ് എന്ന് മാലോകർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആളുകള് മുജാഹിദ് സ്റ്റേജിൽ വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്ത് ഒരു കാൽ ഖുറാഫിയത്തിലേക്ക് പോയതിൽ സന്തോഷിക്കുക.
എന്നിട്ട് അതിനിങ്ങനെ കുലുങ്ങിച്ചിരിക്കാൻ കുറെ കൂട്ടരും. നിങ്ങൾക്കൊക്കെ എന്ത് സ്നേഹമായി ആദർശത്തോടുള്ളത്? നിങ്ങൾക്ക് എന്ത് സ്നേഹമാണ് ഈ പ്രസ്ഥാനത്തോടുള്ളത്? നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് നിങ്ങളെ കോക്കസ് വിജയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മകൻ മരിച്ചാലും വേണ്ടില്ല, മരുമകളുടെ കണ്ണുനീര് കണ്ടാൽ മതി എന്ന ദുഷ്ടയായ അമ്മായിയമ്മയുടെ നിലവാരത്തിലേക്ക് നിങ്ങൾ തരം താഴ്ന്നത് നിങ്ങൾ ഈ കോക്കസിൽപ്പെട്ടത് കൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിൽ സന്തോഷിക്കൂല. ഞങ്ങളത് സന്തോഷിക്കുന്ന കൂട്ടരല്ല. ഈ പ്രസ്ഥാനത്തെ താറടിക്കാൻ ശ്രമിക്കുന്ന ഓരോ ചാരനെയും ജനങ്ങളെ മുമ്പിൽ തൊലിയൊരിച്ച് കാണിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. KKP ഞങ്ങൾ തൊലിയൊരിച്ചു, പല സ്റ്റേജുകൾ തൊലിയൊരിച്ചു. അവസാനം വന്ന പാളയത്തിലേക്ക് തന്നെ അവൻ തിരിച്ചുപോയി. ആരാ KKP ഇവിടെ പോറ്റി വളർത്തിയത്? ഞാൻ പറഞ്ഞിരുന്നു, മതപൂരികൾ ഉണ്ടാക്കിയ കട്ടുമുറിച്ച ക്ലിപ്പിന്റെ CD-കൾ, ഒരു ഡോക്യുമെന്ററി 40ഓളം പണ്ഡിതന്മാരെ കാണിക്കാൻ സഹായിച്ചത് അബ്ദുറഹ്മാൻ സലഫിയാണ്. അല്ലേ? ഞങ്ങളിവിടെ പറഞ്ഞില്ലേ, KKP ഫോൺ വിപ്പൊക്കെ കേൾപ്പിച്ചില്ലേ? അപ്പൊ അങ്ങനെ ചാരന്മാരെ വളർത്തി പരിചയമുള്ളവർക്ക് ചാരന്മാരുമായി ബന്ധമുണ്ടാകും. അല്ലെങ്കിൽ അവിടെ പത്രസമ്മേളനം നടത്തുമ്പോൾ ഇപ്പോഴത്തെ ഹിദായയില് അതിന്റെ കത്ത് വരണമെങ്കിൽ ചാരന്മാരും തമ്മിൽ ബന്ധമുണ്ടാവും. യാതൊരു സംശയമല്ല. ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വന്ന ഒരു ചാര ഗ്രൂപ്പാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോക്കസ് കൈയ്യുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇല്ലാത്ത വാദങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ ഫിത്തന ഉണ്ടാക്കുക. പുഴക്കരയിലുള്ള ജിന്നിനെ വിളിക്കാന്നുള്ള വിഷയം പറഞ്ഞിട്ട് മൂപ്പര് പറയാണ് അത് ഹറാമാണെന്നാ സക്കരിയ സലാഹി പറയുന്നത്. കാരണം അത് ശിർക്കിലേക്കുള്ള മാർഗാണത്രേ. ഹറാമൊക്കെ മരിക്കാൻ നേരത്തെ ഹലാലാവൂലേ? മരിക്കാൻ നേരത്തെ പന്നിയിറച്ചിയും കൂടി തിന്നാന്നാണല്ലോ. ഇങ്ങനെയുണ്ട്. പന്നിയിറച്ചി തിന്നണ മസാല എവിടെ മുസ്ലിയാരെ? പന്നിയിറച്ചി തിന്നുന്ന ആൾക്ക് വേറെ ഒന്നും കിട്ടാനില്ല, ജീവൻ പോവുകയാണ്. അല്ലാതെ അപ്പുറത്ത് ബിരിയാണി, ഇപ്പുറത്ത് കൊക്കക്കോളയും അപ്പുറത്ത് ജ്യൂസും ഒന്നും ഉണ്ടായിട്ട് പന്നിയിറച്ചി തിന്നല്ല. ഒന്നും കിട്ടാനില്ല, ജീവൻ പോകാൻ. ആ സന്ദർഭത്തിൽ കുറച്ച് അയാൾക്ക് പന്നിയിറച്ചി തിന്ന ജീവൻ നിലനിർത്താൻ വേണ്ടി എന്നാ ഫലാ ഇസ്മാലൈഹി, എന്നാ ഹറാം ഹലാലാവും. മുസ്ലിയാരെ, ഈ മുസ്ലിം പറഞ്ഞ ഹലാലാവുന്നാണ് പൊട്ടത്തരം. ഹുക്മ ഹറാം തന്നെയാണ്. മുദ്തറായത് കൊണ്ട് കുറ്റം ഉണ്ടാവില്ല എന്ന് മാത്രം. മനസ്സിലായില്ലേ? ഒരാള് പലിശ തനിച്ച ഹറാമാ, ഒരാള് നിർബന്ധിയ സാഹചര്യത്തിൽ നിവൃത്തിയില്ലാതെ അതിൽ പെട്ടുപോയി, എന്നാ പലിശ ഹലാലാവോ? ഹലാലാവൂല. സംഗതി ഹറാമെന്ന്. പക്ഷെ ഓന്റെ നിർബന്ധിതാവസ്ഥ അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ടാൽ ചിലപ്പോ അവനെ ശിക്ഷിച്ചില്ല എന്ന് വരാം. എന്നാല് പുഴയിൽ വീണ ആൾക്ക് എന്ത് നിർബന്ധിതാവസ്ഥ ഉള്ളത്? ജിന്നിനെ വിളിക്കേണ്ട നിർബന്ധിതാവസ്ഥ? ഏറ്റവും വേഗം ഉത്തരം കിട്ടണം അള്ളവിടല്ലേ? അള്ളാഹിനെ വിളിച്ചൂടെ? അപ്പൊ ഇല്ലാത്ത മസാല ഉണ്ടാക്കുകയാണ് ഇയാള്. അപ്പൊ ശിർക്കിനെ സ്ഥാപിക്കുവാൻ വേണ്ടി ഖുബൂരികൾ പോലും കൊണ്ടുവരാത്ത പുതിയ ഉദാഹരണങ്ങൾ കൊണ്ടുവന്നിട്ട് ഇയാൾ എന്റെ പേരിൽ ശിർക്കാരോപിക്കാൻ ശ്രമിക്കാണ്. നടക്കൂല മുസ്ലിയാരെ ഇത് എന്നാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ഇവിടെ വളരെ തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യമാണ് കേരള ജമിയത്തുൽ ഉലമ ഇറക്കിയ ഫത്വ. ആ ഫത്വ പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ഇവിടെ പറയട്ടെ. ഈ കൂട്ടര് പറഞ്ഞത് എനിക്കെതിരിൽ ഒരു തുറന്ന കത്ത് ഈ നയാബും കൂട്ടരും ഇറക്കിയിട്ടുണ്ട് എന്നാ. ആ തുറന്ന കത്തിലുള്ള എന്താണ്? ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസ്നി എന്ന് പറയുന്ന സഹാബി റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ വന്നിട്ട് ഇസ്തസ്കലി ഉമ്മത്തിക, മുഹമ്മദ് നബിയെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി മഴയെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 35 കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ ഉദ്ധരിച്ചിട്ടുണ്ട്, മറ്റോൾ ഉദ്ധരിച്ചു, ബൽ ഉദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നിങ്ങളിപ്പോ പറഞ്ഞു യാ ഇബാദല്ലാ എന്നത് അത് 50ഓളം ഗ്രന്ഥങ്ങളിലുണ്ട്, പല ഇമാമിങ്ങളും അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നല്ല നിങ്ങൾ പറയുന്നത്. ഈ തെളിവ് വെച്ച് റസൂലുള്ളാഹിന്റെ ഖബറിങ്കപ്പെട്ട് ഇസ്തസ്കിലി ഉമ്മത്തിക എന്ന് പറയും ചെയ്യാലോ? സക്കരിയ മൗലിക്ക് എന്ത് മറുപടി പറയാനുണ്ട്? ആരാ ചോദിക്കണത്? പേരോടല്ല, അമ്പലക്കടവല്ല, പിന്നെയോ സാക്ഷാൽ അനസ് മുസ്ലിയാര്. അതിനൊക്കെ ഞങ്ങൾ പണ്ടേ മറുപടി കൊടുത്തതാണ്. ഒന്നുകിൽ ആ പറഞ്ഞത് എന്താണെന്ന് ആലോചിച്ചൂടെ? ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസ്നിയാണ് റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ ഒന്ന് ഇസ്തസ്കിലി ഉമ്മത്തിക എന്ന് പറഞ്ഞത്. ഒരൊറ്റ ഖുബൂരിക്ക് ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ എത്ര സംവാദത്തിൽ ചോദിച്ചാൽ അതൊന്ന് ആലോചിച്ചൂടെ? പിന്നെ ഏതെങ്കിലും ഒരു ഇമാമ് ഇസ്തസ്കലി ഉമ്മത്തിക്കാന്ന് റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ പോയി ചോദിക്കാം എന്ന് ഈ ബിലാൽ ഇബ്നുൽ ഹാരിസിന്റെ അസർ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ മുസ്ലിയാരെ? ഇവിടെ അതല്ല വിഷയം. ഇവിടെ യാ ഇബാദല്ലാ എന്നത് ഹദീസിന്റെ കിതാബിനെടുത്തു കൊടുത്തതല്ല വിഷയം. അതനുസരിച്ച് അവർ അമൽ ചെയ്തു. ആരൊക്കെ അമൽ ചെയ്തു? ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹത്തിന് മരുഭൂമിയിൽ വെച്ച് വഴിതെറ്റി ഹജ്ജിന് പോയപ്പോ വഴിതെറ്റിയപ്പോൾ അദ്ദേഹം വിളിച്ചു. എന്താ വിളിച്ചത്? യാ ഇബാദല്ലാ ദുല്ലൂന അല തരീഖ്, അള്ളാന്റെ അടിമകളെ എനിക്ക് വഴി കാണിക്കണേ.
അപ്പൊ ഇമാം അഹമ്മദിന്റെ കിതാബിൽ ഉദ്ധരിച്ചതല്ല, അത് അദ്ദേഹം അതനുസരിച്ച് പ്രവർത്തിച്ചു. ഷെയ്ഖ് അൽബാനി പറയുന്നു വകാന യുഖവ്വിഹി, അദ്ദേഹം ഈ ഹദീസിനെ ശക്തിപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കാം. ലിഅന്നഹു അമില ബിഹി, അദ്ദേഹം അതനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ട്. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ മൗഖൂഫായ റിവായത്ത് ഉണ്ട് എന്നാ പറയുന്നത്, മലക്കുകളാണെന്ന് വ്യക്തമാക്കുന്ന ഒരു റിവായത്ത്. അപ്പൊ എന്താ വരിക? ഇബ്നു അബ്ബാസിന്റെ വാക്കാന്ന് വന്നില്ലേ? അപ്പൊ ഇബ്നു അബ്ബാസ് യാ ഇബാദല്ലാഹ് എന്ന് മലക്കളെ ഉദ്ദേശിച്ച് വിളിച്ചു എന്ന് വന്നില്ലേ? നിങ്ങളെ കണക്കിലെ ശിർക്കായി. അപ്പൊ ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത ആളായി. ഇമാം ബൈഹഖി അൽ-ആദാബിൽ പറഞ്ഞത് എന്താ? മുസ്തഅമലുൻ ഇൻദ സ്വാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരിൽപ്പെട്ട സ്വാലിഹീങ്ങൾക്കിടയിൽ ഉപയോഗിച്ചു വരുന്നതാണിത് യാ ഇബാദല്ലാഹ് എന്ന വിളി. അത് പറയുന്നത് ഹിജറ 400-കളിലാണ്. അപ്പൊ അന്നത്തെ സ്വാലിഹീങ്ങൾ തൊട്ടടുത്തും തലമുറയിലുള്ള സലഫുകൾ അങ്ങനെ ചെയ്തു എന്നല്ലേ? ഇമാം തബറാനി പറയുന്നു വഖദ് ജുർരിബ, ഇത് പരീക്ഷിച്ച് ഫലം കണ്ടതാണ്. ആ പറഞ്ഞത് തബറാനിയെ സംബന്ധിച്ച് തന്നെ ആയിരിക്കാം. വലഅല്ലൽ മുസന്നിഫ് തന്നെ ആയിരിക്കും അതിന്റെ ഉദ്ദേശമെന്ന് മജ്മുഉ സവായിദിൽ ഹൈസമി പറയുന്നു. അപ്പൊ അവരൊക്കെ ചെയ്തു. ഇമാം നവവി പറയുന്നു ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്, എന്റെ വാഹനമൃഗം നഷ്ടപ്പെട്ടപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അതിന് ഫലം കിട്ടിയിട്ടുണ്ട്. എന്റെ ശൈഖന്മാരിൽ പലരും അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ അമൽ ചെയ്തു എന്നാ പറഞ്ഞത്. എന്നാൽ ഈ ബിലാൽ ബിൻ ഹാരിസുൽ മുസ്ലിയുടെ അസർ കൊണ്ട് ഏതെങ്കിലും ഇമാമ് അമൽ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും കുബൂരി എഴുതി വിട്ടത് വടവും ബലവും നോക്കാതെ അവിടെ വന്നിട്ട് സക്കരിയ സലാഹിക്കെതിരല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചാമ്പ് തന്നെ. ഉളുപ്പ് വേണം മുസ്ലിയാരെ, ഉളുപ്പ്. ഉപ്പ് അങ്ങാടിന്ന് വാങ്ങാൻ കിട്ടുള്ളൂ, ഉളുപ്പ് വാങ്ങാൻ കിട്ടൂല. അതില്ലാത്തതുകൊണ്ടുള്ള കുഴപ്പത്. പറഞ്ഞതിന് നേരെ എതിര് പറയാം. കുട്ടികൾ ചോദിച്ചു തിരുവനന്തപുരത്തുനിന്ന്, അനസേ വല്ലാത്ത തൊലിക്കട്ടി തന്നെയാണല്ലോ നിനക്ക്, പേരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, വികാരം കൊണ്ടൊരു പ്രവർത്തകര്. അപ്പൊ ഇവൻ പറയാണ് എനിക്ക് തൊലിക്കട്ടി കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും ഒക്കെ അള്ളാഹു തന്നതാണ്, റളീതുമില്ല, ഞാൻ അതിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വാസ്തവ അത് കണ്ടാമൃഗം പോലും ലജ്ജിച്ചു പോകും, അത്ര തൊലിക്കട്ടിയാണ്. ഞാനിങ്ങനെ പറയുന്നത് വിചാരിച്ചല്ല, ഇയാൾ അത്ര തരംതായി നിൽക്കുന്നൂടെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഇയാൾ പറയാണ് ഞാൻ വേൾഡ് തെറിപ്രസംഗകനാണ്. ആ ഇവിടെ ഇയാൾ പ്രസംഗിച്ചതാണ്, വേൾഡ് തെറിപ്രസംഗകൻ. എന്താ തെളിവ്? മടവൂരാൾ ഉണ്ടാക്കിയ കള്ളക്ലിപ്പ്. അതെന്താ? മടവൂരികൾ ജിന്നിസീർ വിഷയത്തിൽ പ്രസംഗിച്ച പ്രസംഗങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞു. 2 ദിവസം മറുപടി, രണ്ടാമത്തെ സിച്ചങ്ങായിരുന്നു ഈ മുസ്ലിയാര്. അയാൾ വന്നില്ല, അയാളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, വന്നില്ല. അപ്പൊ ഞാൻ തന്നെ 2ാം ദിവസം പ്രസംഗിക്കേണ്ടി വന്നു. ആ 7 മണിക്കൂർ പ്രസംഗത്തിൽ മടവൂരികളുടെ ഹദീസ് നിഷേധത്തെ കുറിച്ച് പറയുന്നിടത്ത് പൊട്ടന്മാരെ, വിഡ്ഢികളെ, സലാം സല്ലമയുടെ മൈക്കകളെ എന്നൊക്കെ ഞാൻ പറഞ്ഞു. 7 മണിക്കൂർ പ്രസംഗത്തിൽ മുങ്ങിത്തപ്പീറ്റ് കിട്ടിയത് 7 ക്ലിപ്പാ, കഷ്ണം. അത് ക്ഷീരവില 101 ആവർത്തിക്കാരനമാതിരി കമ്പ്യൂട്ടറിലിട്ടിട്ട് കൂടുതലാക്കി, അത് ഇങ്ങോട്ട് നെറ്റി കയറ്റി. അതാ ഇപ്പൊ ഈ മുസ്ലിയാരെ തെളിവ്. മടവൂരിയുടെ കളവ് അനസ് മുസ്ലിയാരുടെ തെളിവ് അല്ലെ? നയാബിന്റെ കളവ് അനസ് മുസ്ലിയാരുടെ തെളിവ്. നിങ്ങൾക്ക് കള്ളന്മാരെ കള്ളത്തരം തന്നെ നിങ്ങൾക്ക് തെളിവ് കിട്ടുള്ളൂ, നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. സക്കരിയ സലാഹി ക്ലിപ്പിട്ടു, ഒറ്റ ആയത്തോന്നില്ല. ഇവിടെ ആയത്തിങ്ങനെ പെയ്യായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ? അനസ് മുസ്ലിയാർ എത്രങ്ങാനും ആയത്താ ഓതിയത് ഇത് ശിർക്കാണെന്ന് സ്ഥാപിക്കാൻ. അത് ശിർക്കല്ലേ? ശിർക്കല്ല നമ്മൾ ആരെങ്കിലും പറയോ ശിർക്കല്ലേ? ശിർക്കല്ലേ? അവിടെ ശിർക്കാവോ? ശിർക്കാണെന്നതിനാ മുസ്ലിയാർ ആയത്ത് വേണ്ടത്, ശിർക്കല്ല നിന് ആയത്തിന്റെ ആവശ്യമല്ല. ഈ പോയത്തക്കാർ എത്ര സ്ഥലത്ത് അത് പറയുന്നറിയോ? ഒരൊറ്റായത്തോന്നുന്നില്ല ശിർക്കല്ല എന്ന് തെളിയിക്കാൻ. ശിർക്കല്ല എന്നുള്ളതിന്റെ തെളിവ് അത് ശിർക്കല്ല എന്നുള്ളതന്നെ തെളിവ് ആണെന്നുള്ളതിനാ തെളിവ് വേണ്ടത്. പഠിച്ച ചോളി മുസ്ലിയാരെ അൽ ബയ്യനത്തു അലൽ മുദ്ദഈ, വാദം ഉന്നയിച്ച് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന തെളിവ് വേണ്ടത്. ശിർക്കാണെന്നുള്ളതിനാ തെളിവ് വേണ്ടത്, ശിർക്കല്ല എന്നുള്ളതിന്റെ തെളിവ് എന്താ? ശിർക്കല്ല എന്നുള്ളത് തന്നെ അതിന്റെ തെളിവ്. പിന്നെ ക്ലിപ്പിടുന്നു, ക്ലിപ്പ് ആരുടെ ഇടുന്നത്? പേരോടിന്റെയും അമ്പലക്കടവിന്റെ ഒന്നല്ല, ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സ്റ്റേജിൽ നിന്ന് നിങ്ങൾ പ്രസംഗിച്ച ക്ലിപ്പ്. നിങ്ങൾ രാമായണം അന്ന് തെളിവാക്കിയത് തന്നെ? അതോ ഭഗവത്ഗീത? അതോ ബൈബിള്? യജുർവേദം? എന്താ നിങ്ങൾ തെളിവാക്കിയത്? നിങ്ങൾ ആയത്തും ഹദീസും ഉദ്ധരിച്ച് പ്രസംഗിച്ചതല്ല ക്ലിപ്പല്ല ഞങ്ങൾ ഇടുന്നത്. അത് നിങ്ങളെ വകയല്ല എന്നാ ഞങ്ങൾ പറയണത്. അത് ഈ പ്രസ്ഥാനത്തിന്റെ സ്റ്റേജിൽ സംഘടനാ നിലപാട് വ്യക്തമാക്കിയതാണ്. പ്രസ്ഥാനം അംഗീകരിക്കുന്ന പ്രമാണമാണ് നിങ്ങൾ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ പിടിച്ചിറക്കൂല ഇവിടുന്ന്. ആയത്തും ഹദീസും ഉദ്ധരിച്ച് ഞങ്ങൾ മുമ്പേ പറഞ്ഞ ആദർശം ഇതാണ്, അതിൽ ഈ കോക്കസ് വെള്ളം ചേർത്തിരിക്കുന്നു എന്ന് തെളിയിക്കാൻ ആ ക്ലിപ്പ് ഞങ്ങൾ വിടും. നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങൾക്ക് വിഷമണ്ടില്ലേ? നിങ്ങൾക്ക് കുറച്ച് വിഷമിക്കേണ്ടി വരും. നിങ്ങൾ ആദർശത്തെ വിഴുകിയിട്ടുള്ളത്. എന്നിട്ട് സുഹൃത്തുക്കളെ, ഞാന്
ഇത് പറഞ്ഞതിന്റെ പേരിൽ ഇയാൾ എന്തൊക്കെ കള്ളത്തരങ്ങളാ പറഞ്ഞത്. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഫത്വയുടെ താഴെ 6 ആളുകൾ ഒപ്പിട്ട ഭുവന പ്രശസ്തരായ പണ്ഡിതർ ഒപ്പിട്ട ലജ്നയെ ദായിമയുടെ ഫത്വ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിയിൽ ഒപ്പിടാൻ സക്കരിയ സലാഹി മടിച്ചു, നിർബന്ധിച്ച് ഒപ്പിടിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് എന്റെ ഒപ്പിന് മൂപ്പര് പേര് അയ്യപ്പനൊപ്പ്, അങ്ങനെ പേരിട്ടിന് മൂപ്പര്. ഏതുപോലെ ഇപ്പൊ തൗബ എന്ന് പറഞ്ഞ ആളുകളൊക്കെ ചോദിക്കും അനസിന്റെ തൗബേന്ന്. തൗബനെ പറ്റി പറഞ്ഞ അപ്പൊ പറയും അനസിന്റെ തൗബയോ അച്ചായന്റെ തൗബയാണോന്ന്. അതിന് മറുപടി എന്തേലും ഒന്ന് പറയേണ്ട മൂപ്പര്. ആ നിലക്ക് മൂപ്പര് എനിക്കൊരു പേര് അയ്യപ്പനൊപ്പ് എന്ന് പേര്. അത് വാസ്തവത്തിൽ എന്താ, ലജ്ന ദായിമയെ ഞാൻ ബഹുമാനിക്കുന്നു, ആ ഫത്വയും ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ ആ ഫത്വയിൽ പറഞ്ഞത് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടിന് അനുകൂലമല്ല. ഒരു പണ്ഡിത സമിതി ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊടുത്ത ഒരു ചോദ്യത്തിന് കൊടുത്ത മറുപടി, അത് ആ പണ്ഡിത സമിതി ഉദ്ദേശിക്കാത്ത അർത്ഥത്തിലേക്ക് വലിച്ചു നീട്ടിക്കൊണ്ടുപോയി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. എന്താ ചോദ്യം നല്ലവണ്ണം മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞൊരു വിശദീകരിച്ചിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ശിർക്കും അതുപോലെ തന്നെ ഈ കൂടോത്രവും മാരനൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഈ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും റുഖിയ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ കിട്ടി. അങ്ങനെ ഞാൻ റുഖിയ നടത്താൻ തുടങ്ങി. എന്നിട്ട് അയാൾ ചോദിക്കുക, റുഖിയ നടത്തുന്ന ഇയാൾ രചനയോട് ചോദിക്കാണ്, സിഹിറിനെ പുറത്തെടുക്കാൻ, സിഹിർ നീക്കാൻ എനിക്ക് ജിന്നിന്റെ സഹായം തേടാമോ? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, മറച്ചു വെക്കപ്പെട്ട ഏലസുകൾ, ആ ഏലസുകൾ കണ്ടെത്താൻ എനിക്ക് എന്തു പറ്റുമോ? ജിന്നിനോട് കൽപ്പിക്കാമോന്ന. ഇതാ ചോദ്യം. ഇത് രണ്ടും ഗൈബിയായ വിഷയാണ്. അത് ആ അർത്ഥത്തിലാണോ ജംഇയ്യത്തോടെ പറയുന്നത്? ഗൈബിയായ വിഷയങ്ങളിൽ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാണെന്നാണോ? അല്ല, എന്ത് ചോദിച്ചാലും ശിർക്കാണെന്നാണ്. അത് ലജ്ന പറഞ്ഞിട്ടില്ല. അത് ലജ്ന ദായിമയുടെ ഫത്വയിൽ ഇല്ലാത്ത വിഷയമാണ് എന്ന നിലക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒപ്പിടാൻ മടിച്ചത്. പിന്നെ അത് പ്രസ്ഥാനത്തിന്റെ ഒരു ഛിദ്രതയും ചേരിപ്പോരും ഒക്കെ ഉണ്ടാകും. നിന്റെ ഒരൊറ്റ ഒപ്പിന്റെ പേരിൽ സംഘടന വീണ്ടും പിളരും, ആളുകൾ തമ്മിലടിക്കും, മദ്രസയിലും പള്ളിയിലും അടിണ്ടാകും, രക്തം ചിന്തും, കോടതിയും കേസും ആകും എന്നൊക്കെ ഒരൊറ്റ ഞാൻ സഹിച്ചാൽ മതിയല്ലോ. എനിക്ക് മനസ്സിൽ വിശ്വാസമില്ലെങ്കിലും അങ്ങനെ പറയാലോന്ന് ആയത്തോതി ഞാൻ പറഞ്ഞിരുന്നു. ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, സൂറത്ത് നഹ്ലിലെ 106-ാമത്തെ ആയത്ത് അല്ലേ? ആരെങ്കിലും കുഫറിന്റെ വാക്ക് പറഞ്ഞു മുഅ്മിനായതിനു ശേഷം, പക്ഷെ നിർബന്ധിതാവസ്ഥയിൽ അങ്ങനെ ബലാത്കാരമായി പറയിപ്പിച്ചതാണെങ്കിൽ അത് കുഴപ്പമില്ല എന്ന ആയത്ത് ഞാൻ ഉദ്ധരിച്ചു. എന്നിട്ട് അതിന്റെ അവതരണ പശ്ചാത്തലം, അമ്മാർ ഇബ്നു യാസിറിനെ ശത്രുക്കളെ പീഡിപ്പിക്കുകയും അവരുടെ ദൈവങ്ങളെ പറ്റി നല്ലത് പറയിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം വ്യസനത്തോടെ റസൂലിനോട് വന്നിട്ട് പറഞ്ഞു, എന്നെങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചപ്പോ ഞാൻ അങ്ങനെ നിങ്ങളെപ്പറ്റി പഴിവാക്ക് പറയും ചെയ്തിട്ടുണ്ട്, അവരെ ദൈവങ്ങളെ പറ്റി നല്ല വാക്ക് പറയും ചെയ്തിട്ടുണ്ട്. അപ്പൊ റസൂൽ ചോദിച്ചു, നിങ്ങളെ മനസ്സ് എങ്ങനെ ഉണ്ടായിരുന്നപ്പോ? എന്റെ മനസ്സ് വിശ്വാസത്താൽ സമാധാനമടഞ്ഞിരുന്നു. അപ്പ നബി പറയാണ്, അവർ ഇനിയും അങ്ങനെ നിർബന്ധിച്ചാൽ നീ ഇനിയും വാക്ക് പറഞ്ഞോ. എന്നിട്ട് ഈ മുസ്ലിയാർ പറയാണ്, അമ്മാർ ഇബ്നു യാസിർ അങ്ങനെ വേദന കൊണ്ട് പൊളയുന്ന സന്ദർഭത്തിൽ, ബോധമില്ലാതായ സന്ദർഭത്തിൽ അറിയാതെ പറഞ്ഞു പോയതാണേ. അത് തട്ടിവിടന്നെ, ബോധമില്ലാത്ത സന്ദർഭത്തിൽ അറിയാതെ പറഞ്ഞു. അപ്പൊ റസൂല് പറഞ്ഞതോ, ഇനി ബോധം കെടുമ്പോ അങ്ങനെ പറഞ്ഞോതാ? എന്താ മുസ്ലിയാരെ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അപ്പൊ അമ്മാർ ഇബ്നു യാസിർ ചെയ്തതുപോലെ ഞാൻ ചെയ്തു എന്ന് വിചാരിച്ചാ പോരെ? സുമയ്യ ബീവിയും ബിലാലൊന്നും ചെയ്തതുപോലെ ചെയ്തില്ല എന്ന് പറഞ്ഞു. അതിനെ വരെ ഇയാൾ കളിയാക്കിയിട്ട് അമ്മാർ ഇബ്നു യാസിന്റെ ചരിത്രം വരെ ഇയാൾ തെറ്റിദ്ധരിപ്പിച്ചു. വാസ്തവത്തിൽ ഈ ശബാബിൽ മുമ്പ് ഒരു ചോദ്യം വന്നിരുന്നു. അതായത് അബ്ദുസ്സലാം സുല്ലമി ഒരാൾക്ക് നിർബന്ധിത സാഹചര്യത്തിൽ മരിച്ച ആളെ മയ്യത്ത് തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് സലാം സുല്ലമി കൊടുത്ത മറുപടി നമ്മളെ കൊണ്ടോട്ടിയിലെ ഖത്തീബ് MT സമദാണ് അത് പുറത്തു കൊണ്ടുവന്ന് മയ്യത്ത് ശാപ്പാട് മുറകൾ എന്നൊക്കെ പറഞ്ഞ് ലേഖനം എഴുതിയിരുന്നു. ഓർക്കുന്നുണ്ടാവും. അങ്ങനെ ശബാബിലേക്ക് ചോദ്യം വന്നപ്പോ ശബാബ് അതിന് കൊടുത്ത മറുപടി മടവൂരികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അനസ് മുസ്ലിയാർ വായിക്കുന്നുണ്ട്. ഇസ്ലാം വളരെ ബഹുമാനത്തോടുകൂടി മൃതശരീരത്തെ മറവ് ചെയ്യാൻ കൽപ്പിക്കുകയാണ് പൊതുവായി നിർദ്ദേശിക്കുന്നത്. എന്നാൽ താഴെ വിവരിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ നിർദ്ദേശത്തിന് ചില ഇളവുകൾ നൽകുന്നുണ്ട്. ഒരു മനുഷ്യന് വിശപ്പ് കഠിനമായി അവന്റെ അടുത്തൊരു മനുഷ്യന്റെ മൃതശരീരം ഉണ്ടെങ്കിൽ അത് ഭക്ഷിക്കുന്നതിന് വിരോധമില്ല. നിർബന്ധമായ അവസ്ഥയിലാണ് അവന് ഇളവ് ലഭിക്കുന്നത്. ഒരു മൗലവിയുടെ മയ്യത്ത് സംസ്കരണ മുറകൾ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് 181, ഇതാണ് ആ ബുക്ക്, പേജ് 181-ാമത്തെ പേജിലുണ്ട് കേട്ടോ. മനുഷ്യ മൃതദേഹം ഭക്ഷിക്കാനുള്ള ഇളവ് ഇസ്ലാം നൽകിയതാണോ അതോ തലതിരിഞ്ഞ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായമോ? ശബാബിനൊന്ന് ചോദ്യാണ്. എന്താ
തലതിരിഞ്ഞ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായമോ ആമസോൺവനത്തിലെ പ്രാകൃത മനുഷ്യർ പോലും ചെയ്യുമെന്ന് തോന്നാത്ത ഈ ശവം തീറ്റ അനുവദിച്ച ഇസ്ലാമിൽ ജാഹിലിയ്യ കാലഘട്ടത്തിലെ പോലെ ദുഷിച്ച സംസ്കാരം കടന്നുകൂടി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇസ്ലാമിന്റെ സുന്ദരമുഖത്തെ വികൃതമാക്കുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ പ്രവാചക കാലഘട്ടത്തിലെ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ അനുവദിച്ചതാണോ? ഇസ്ലാം അംഗീകരിച്ചതെല്ലാം നാലാളുടെ മുന്നിൽ പറയാൻ കൊള്ളുന്നതാണല്ലോ. അങ്ങനെയെങ്കിൽ മനുഷ്യമാംസം തിന്നുന്നതിനെ എങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ അനുകൂലിച്ച് സംസാരിക്കാൻ കഴിയും? വിശപ്പ് മാറ്റാൻ മൃതദേഹം ഭക്ഷിക്കാൻ ഇളവനുവദിച്ച ഇസ്ലാമിന് ഒരു ചാൻ വയറിന് വേണ്ടി വ്യഭിചരിക്കുന്ന വേശ്യകളെയും അംഗീകരിക്കാൻ സാധിക്കുമോ? ഇസ്ലാം വിശപ്പിനാണോ മനുഷ്യത്വത്തിനാണോ പ്രാധാന്യം നൽകിയത്? ഭക്ഷിക്കാൻ അനുവാദം നൽകുക വഴി മൃതദേഹത്തിന്റെ ബന്ധുക്കളോട് ഇസ്ലാം കാരുണ്യം കാണിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഖുർആനിൽ പ്രകാരം പറയുന്നു, നിങ്ങളിൽ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയുകയും അരുത്. തന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? എന്നാൽ അത് ബ്രാക്കറ്റിൽ ശവം തിന്നൽ നിങ്ങൾ വെറുക്കുകയാണ് ചെയ്യുന്നത്. ഹുജറാത്ത് 12. മൃതദേഹം ഭക്ഷിക്കുന്നത് വെറുക്കപ്പെട്ട കാര്യമാണെന്ന് കൂടി ഈ വചനങ്ങളിൽ നിന്ന് ഗ്രഹിക്കാമല്ലോ. ഈ വിഷയത്തിൽ മുസ്ലിമിന്റെ വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നു. ചോദ്യം കഴിഞ്ഞിട്ടുള്ളൂ, ഇനി ഉത്തരം വരിക. ശവം തിന്നാന്ന് എഴുതി വെക്കുക. അത് ഏത് ശവം? മനുഷ്യന്റെ ശവം. സുബ്ഹാനല്ലാഹ്, ഇയാളെ മുന്നിൽ മരിച്ചുവിടെ സൂക്ഷിക്കണം. ഇയാളിവിടെ ബിരിയാണി വെക്കും. അപ്പൊ ചോദ്യം ചോദിച്ച മൂപ്പര് മറുപടി പറയാത്, നിങ്ങൾക്ക് വിശപ്പ് കഠിനമായാൽ മനുഷ്യന്റെ മൃതദേഹവും തിന്നാമെന്നൊരു പ്രസ്താവന വിശുദ്ധ ഖുർആനിലോ പ്രാമാണിക ഹദീസിലോ ഇല്ല. അതാണ് ആളത്തം, അതാണ് മുജാഹിദ് പ്രസ്ഥാനം, അതാണ് സലഫി പ്രസ്ഥാനം. സലാസുലം പറഞ്ഞ അണ്ണാക്കുടാങ്ങ് വിഴുങ്ങ, അത് ഞങ്ങളെ മടവൂരികൾ ഇങ്ങനെ ഏറ്റെടുത്ത് ഹുസൈൻ മടവിന്റെ നേതൃത്വത്തിൽ മഹാനം കെട്ടി കൊണ്ടിടക്കാന്നുള്ളതല്ല. നേരെ മറിച്ച് പച്ച തോന്നിയാസം എഴുതി വിട്ടാല് ശക്തമായി എതിർക്കുക. അതിന്റെ ഇസ്ലാമിക വശം പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് വിശപ്പ് കഠിനമായാൽ മനുഷ്യന്റെ മൃതദേഹം തിന്നാമെന്നൊരു പ്രസ്താവന വിശുദ്ധ ഖുർആനിലോ പ്രാമാണിക ഹദീസിലോ ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും കഠിനമായ വിശപ്പ് അനുഭവിച്ച ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും അവർ മനുഷ്യ മൃതദേഹം ഭക്ഷിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ നിഷിദ്ധമായ ഭക്ഷ്യവസ്തുക്കൾ നിർബന്ധിതമായ അവസ്ഥയിൽ അനുവദനീയമാകുമെന്ന് ഖുർആൻ 5:3 വ്യക്തമാക്കിയിട്ടുണ്ട്. ഖുർആനിൽ നിഷിദ്ധമായി പ്രഖ്യാപിച്ച ഇനങ്ങളിലൊന്നാണ് ശവം. അപ്പോൾ നിർബന്ധിതാവസ്ഥയിൽ ശവം തിന്നാമെന്ന് ഗ്രഹിക്കാം. ഇവിടെ ശവം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെട്ടത് ചത്ത മൃഗമാണ്. ഉപര്യുക്ത ഖുർആൻ വാക്യത്തിലെ മൈത്ത ബ്രാക്കറ്റിൽ ശവം എന്ന പദത്തിന്റെ അർത്ഥപരിധിയിൽ മനുഷ്യന്റെ മൃതദേഹം ഉൾപ്പെടുകയില്ല. എന്നിട്ടോ ഏറ്റവും കടുത്ത നിർബന്ധിതാവസ്ഥയിൽ ഏകദൈവ വിശ്വാസത്തെ തള്ളിപ്പറയുക എന്ന അത്യന്തം ഗുരുതരമായ കുറ്റം പോലും നിഷിദ്ധമല്ലാതാകുമെന്ന് വിശുദ്ധ ഖുർആൻ 16:106 വ്യക്തമാക്കിയിരിക്കെ എന്താണ് പറഞ്ഞത്? നിർബന്ധിതാവസ്ഥയിൽ തൗഹീദിനെ തള്ളിപ്പറയുന്നവരെ അനുവദനീയമാണെന്നിരിക്കെ. അത്തരം അവസ്ഥയിൽ എന്തും തിന്നാമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടാൻ സാധ്യതയുണ്ട്. എന്നിട്ടോ ഏറ്റവും കടുത്ത നിർബന്ധിതാവസ്ഥയിൽ ഏകദൈവ വിശ്വാസത്തെ തള്ളിപ്പറയുക എന്ന അത്യന്തം ഗുരുതരമായ കുറ്റം പോലും നിഷിദ്ധമല്ലാതാകുമെന്ന് വിശുദ്ധ ഖുർആൻ 16:106 വ്യക്തമാക്കിയിരിക്കെ അത്തരം അവസ്ഥയിൽ എന്തും തിന്നാമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ എന്താണ് നിർബന്ധിതാവസ്ഥ? കേവലം വിശപ്പോ പട്ടിണിയോ ഉള്ള സന്ദർഭമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിഷിദ്ധമായ കാര്യം ചെയ്തില്ലെങ്കിൽ മരിക്കുമെന്നോ കൊല്ലപ്പെടുമെന്നോ ബോധ്യം വരുന്ന അവസ്ഥയിലാണ് നിഷിദ്ധത നീങ്ങുന്നതെന്നത്രേ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഗ്രഹിക്കാൻ കഴിയുന്നത്.